സത്യത്തിൽ ഇതുവരെ നമ്മൾ കണ്ടതൊന്നും ആയിരിക്കില്ല കളികൾ. ഇനിയാണ് ഇതിന് പിന്നിലുള്ള കളികൾ കാണാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷമൊക്കെ വാർത്തകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ഈ ഒരു സമാധി ഇത് വലിയൊരു ക്ഷേത്രമായി പുനരുദ്ധാനം ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കാണുന്ന ആ ഒരു വിഷ്വലും ഇനി വരാൻ പോകുന്ന ഒരു വിഷ്വലൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇപ്പോഴും ഈ ഒരു വ്യക്തി ഇത് സമാധി ആയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിയെ പോയി തൊഴുതാനും വിളക്ക് കത്തിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മുടെ ഹിന്ദുക്കളിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ചില ആളുകൾ. കാരണം അവരൊന്നും എത്ര കൊണ്ടാലും കേട്ടാലും പഠിക്കില്ല. അവർക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നത് ബ്ലൈൻഡായി ചില കാര്യങ്ങൾ ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് അങ്ങേയറ്റം ഏത് രീതിയിലേക്കും പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ആൾ ദൈവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്.